റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഇന്ത്യയുടെ 2 ദിവസത്തെ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോയി. ഇന്ത്യയുടെ പാലം എയർപോർട്ടിൽ വന്നിറങ്ങിയ റഷ്യൻ പ്രസിഡന്റിന് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജകീയമായ സ്വീകരണമാണ് നടത്തിയത്. സാധാരണ റഷ്യൻ പ്രസിഡന്റ് വന്നാൽ സ്വന്തം കാറിലാണ്, ഓറസ് കാറിലാണ് ഉപയോഗിക്കാറ്. കാരണം എന്താ വെച്ചാൽ എല്ലാവിധ സൗകര്യങ്ങളല്ല, എല്ലാവിധ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള കാറാണ്. അതുകൊണ്ട് സ്വന്തം വിശ്വാസത്തോടു കൂടി യാത്ര ചെയ്യാൻ അതിലേ പറ്റൂ എന്നുള്ളൊരു രീതിയിലാണ് പണ്ട് ചൈനയിൽ വന്നപ്പോഴും അമേരിക്കയിൽ പോയപ്പോഴൊക്കെ ഈ കാറ് കൊണ്ടുപോയിരുന്നു, ഇന്ത്യയിലേക്കും കൊണ്ടുവന്നത്. എന്നാൽ ഇന്ത്യയിൽ യാത്ര ചെയ്തത് ഇന്ത്യൻ ഫോർച്യൂണർ കാറിലാണ്, വൈറ്റ് കാറിലാണ് യാത്ര ചെയ്തത്. പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയത് ആ ഇന്ത്യൻ കാറിനെ അനുഗമിക്കുക മാത്രമാണ് റഷ്യൻ കാർ ചെയ്തത്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ലോകരാജ്യങ്ങൾ മുഴുവനും നോക്കിയിരിക്കുകയായിരുന്നു ഇന്ത്യയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ സെക്യൂരിറ്റിയെ ലോകരാജ്യങ്ങളിൽ ഉയർത്തി കാണിക്കുവാൻ ഈ കാർ യാത്രയ്ക്ക് സാധിച്ചു. ഇന്ത്യയിൽ വന്ന് 8 പ്രധാന കാര്യങ്ങളിൽ പരസ്പരം ഒപ്പുവെച്ചു. അതിൽ പ്രധാനമായിട്ട് തോന്നിയത് ഭൂഖണ്ഡാന്തര മിസൈൽ, വെള്ളത്തിനടിയിൽ കൂടി പോയി പൊട്ടിക്കഴിഞ്ഞാൽ സുനാമി വരെ വരാൻ സാധ്യതയുള്ള മിസൈൽ ഇന്ത്യക്ക് കൈമാറാമെന്നുള്ളത് പറഞ്ഞു. അത് മറ്റു രാജ്യങ്ങൾക്ക് ഇല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള പല കാര്യങ്ങളിലും ഇവർ ഒപ്പുവെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേലെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോ പുടിന് യാത്ര ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു യുദ്ധ കുറ്റവാളിയായിട്ടാണ് അമേരിക്ക ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് പുടിനെ. ആ കാരണവശാൽ ആ രാജ്യങ്ങൾക്ക് മേലെയോ രാജ്യങ്ങളിലോ പോയാൽ പുടിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഇതാണ്. ഈ ഏഷ്യൻ രാജ്യങ്ങളാവുമ്പോൾ ആ പ്രശ്നമില്ല. ഏഷ്യൻ രാജ്യങ്ങളിൽ വളരെ സേഫാണ് പുടിന്. അതുകൊണ്ട് ലോകരാജ്യങ്ങളിൽ ചൈനയിൽ വന്നപ്പോഴും ഇന്ത്യയിൽ വന്നപ്പോഴും വളരെ സന്തോഷവാനായിട്ടാണ് പുടിനെ കാണപ്പെട്ടത്. പുടിൻ്റെ യാത്ര ലോകരാജ്യങ്ങൾ കണ്ടു.